നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോനെ മാധവ, അധികം മധുരമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എനിക്കിവിടെ കരുതിയേക്കണേ. ക്രീം ബിസ്ക്കറ്റ് മതിയോ മുത്തശ്ശി? ചിരിക്കാതെ പിള്ളേരെ, അധിക പ്രസംഗങ്ങള്. ഈ കല്യാണം ഉറച്ചു കിട്ടിയ കല്യാണ ഒരുക്കങ്ങൾക്കും പർച്ചേസിനും ഇടയില് എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റും. അമ്മയ്ക്ക് എന്താ പതിവില്ലാത്തൊരു തെളിച്ചം? പാവം, എത്ര നാളായി എന്റെ അനിയത്തി കൊച്ചു ഒറ്റത്തടിയായി നിൽക്കുന്നു. നരച്ചു ചുളുങ്ങി നാശമാവാതെ എത്രയും പെട്ടെന്ന് കല്യാണം നടക്കണമെന്ന പ്രാർത്ഥനയിലായിരുന്നു ഞാൻ. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, കാലെടുത്ത് മാറ്റി പിള്ളേരെ. പ്രകാശൻ എന്തു പറ്റി? എന്താ സുഖമില്ലേ? അച്ഛൻ പണത്തിന് നന്ദി ഞെരുക്കത്തിലാ. ഈ സാഹചര്യത്തിൽ വന്ദനയുടെ വിവാഹം ഉറപ്പിച്ചാൽ നമുക്കും വലിയ ധനനഷ്ടമായിരിക്കും ഫലം. പെണ്ണ് കാണാൻ ആള് വരുന്നു പറഞ്ഞപ്പോ മുതൽ ചേച്ചി ഭയങ്കര അപ്സെറ്റാ. എന്തു പറ്റി ചേച്ചി? എത്രയോ പേരുടെ മുന്നിൽ ഞാൻ അണിഞ്ഞൊരുങ്ങി ചെന്ന് നിന്നു, ഒന്നും നടന്നില്ലല്ലോ. വീണ്ടും അപമാനം ഏറ്റുവാങ്ങാനായി എന്തിനാ വീണ്ടും വീണ്ടും കെട്ടിയൊരുക്കി വിടുന്നേ? കേട്ടില്ലേ പെങ്ങൾ പറഞ്ഞത്? ഒരർത്ഥത്തിൽ ശരിയാ. ജാതകദോഷത്തെക്കുറിച്ച് അറിഞ്ഞ തലയ്ക്ക് വിലയുള്ള ആരും കെട്ടാൻ തയ്യാറായെന്ന് വരില്ല. നടക്കാത്ത കാര്യത്തിന് ലീവ് എടുത്ത് നിന്നിട്ട് എന്താ കാര്യം? ചേച്ചിയുടെ കല്യാണം നടക്കാതെ ഇത്രയും നീണ്ടുപോയതിന്റെ കാരണക്കാർ നമ്മളോടെയാ. നമ്മളോ? അതെ, ചേച്ചിയുടെ കല്യാണത്തിന് മുമ്പ് നമ്മളെ പ്രേമിച്ച് വിവാഹം കഴിച്ചത് ചേച്ചിക്ക് ദോഷമായി. അനാവശ്യം പറയരുത് കേട്ടോ. എന്നെ കെട്ടണമെന്ന് പറഞ്ഞ് വാലി മാറ്റി പുറകെ വന്നത് നീയോ? നിന്റെ പുറകെ ഞാൻ വന്നിട്ടുണ്ടോ? ഒന്നോന്ന് നാളത്തെ കാര്യം നാളെ നോക്കാം. എന്നാ ശരി. നല്ല മസാല ദോശയായിരുന്നു. ആഹാ, എല്ലാരും പള്ളിയുറക്കത്തിന് പോയോ? നീ എന്തിനാ എവിടെ നിൽക്കുന്നത്? നീയും പോക്കോ. മോളെ, നീ നാളെ ലീവ് എടുക്കില്ലേ? ലീവ് എടുക്കാതിരിക്കാൻ അച്ഛനും അമ്മയും സമ്മതിക്കില്ലല്ലോ. നാളെയും കെട്ടി ഒരുങ്ങി ഇറങ്ങിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.